നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് വേരിയബിൾ സെപ്പറബിൾ അല്ല. വേരിയബിൾ സെപ്പറബിളിൻ്റെ പ്രത്യേകത എന്താ? ഡിവൈയുടെ കൂടെ വൈയും ഡി എക്സിൻ്റെ കൂടെ എക്സും ആക്കി മാറ്റാൻ സാധിക്കണം. ഇത് ഡിവൈയുടെ കൂടെ ഉണ്ടോ? ഡിവൈയുടെ കൂടെ ഫുൾ എക്സ് ആണ്. ഇവിടെ ഡി എക്സിൻ്റെ കൂടെ എക്സും വൈയും കൂടി മിക്സ്ഡ് ആണ്. അപ്പോൾ അത് വേരിയബിൾ സെപ്പറബിൾ അല്ല. ഹോമോജിനസ് എന്തായാലും അല്ല. ഹോമോജിനസിൻ്റെ പ്രത്യേകത എന്താ? ഡിവൈഡ് ബൈ എക്സ് എഫ് ഓഫ് എക്സ് വൈ ബൈ ഫൈവ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈയും ഫൈവ് ഓഫ് എക്സ് വൈയും ഹോമോജിനസ് ഓഫ് സെയിം ഡിഗ്രി ആണ്. നിങ്ങൾ എന്തായാലും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്തായാലും NCERT നിന്ന് നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഫുൾ പറയാൻ ഇവിടെ സമയമില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? വെദർ ഇറ്റ് ഈസ് ലീനിയർ. ലീനിയർ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ കാണാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡിവൈഡ് ബൈ എക്സ്? ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നോക്കൂ, ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലോഗ് ഓഫ് എക്സ് മൈനസ് വൈ അല്ലേ, ഡിവൈഡഡ് ബൈ എക്സ് ലോഗ് എക്സ് വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ്, ഇത് വൈ ബൈ ലോൺ എക്സ് വരും. അപ്പോൾ പ്ലസ് 1 ബൈ എക്സ് ലോൺ എക്സ് ഇൻറ്റു വൈ. ഇങ്ങനെ ഇത് കൂടെ നമുക്ക് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ലോൺ എക്സ് ബൈ എക്സ് ലോൺ എക്സ്. ഇറ്റ് ഇസ് 1 ബൈ എക്സ്. ഇത് നമുക്ക് ഈ ഫോം ആയിട്ട് പറയാം. എന്താ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഫോം. ഇതാണ് ലീനിയർ ഫോമിൻ്റെ പ്രത്യേകത. ലീനിയർ ഫോം, ലീനിയർ ഫോം ആണത്. ലീനിയർ ഫോം ആണെങ്കിൽ ഈ പി യും ക്യൂ എന്താണ്? ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഇതിൻ്റെ ഞാൻ ഡെപ്തിൽ പറയുന്നില്ല, ഇത് നിങ്ങൾ NCERT നോക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ചെയ്താൽ വാട്ട് ഇസ് സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഡി എക്സ്. ഇതാണ് മനസ്സിലാക്കുന്നത്. ഇൻ്റഗ്രേറ്റ് സൊല്യൂഷൻ അല്ല, വേരിയബിൾ സെപ്പറബിൾ അല്ല, സോറി, ലീനിയർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം, സൊല്യൂഷൻ എഴുതാം. അപ്പോൾ വാട്ട് ഇസ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഹിയർ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ലോൺ എക്സ്. ഇത് ഇ റേസ് ടു ലോൺ എക്സ് ആണ്. ഇ റേസ് ടു ലോൺ എക്സ് എന്താ? ലോൺ എക്സ് അല്ല, ഇ റേസ് ടു ലോൺ എക്സ് അല്ലേ. ലോൺ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ എക്സ്. അപ്പോൾ ഇ റേസ് ടു ലോൺ എക്സ് ആണ്. അപ്പോൾ ലോൺ എക്സ് ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നൗ വാട്ട് ഇസ് ദ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്തായിരിക്കും? Therefore solution is y into ln x, y into integrating factor e raised to integral by dx is equal to എന്തായിരിക്കും? integral of q into q എന്താ? 1 by x into ln x dx. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? y into ln x is equal to ln xന്റെ ഡെറിവേറ്റീവ് ഉണ്ട് 1 by x. ln xന്റെ ഡെറിവേറ്റീവ് 1 by x ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ട്. f of x raised to n f dash x dx എന്തായിരിക്കും? f of x raised to n plus 1 by n plus 1 plus c. It will be ln x whole square by 2 plus c. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ നോക്കാം, അല്ല ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എന്താ? ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1. ശരിയാണ്, ഇതിൻ്റെ ഡിഗ്രി 1 ആണ്, ഓർഡറും 1 ആണ്. ഡിഗ്രിയും 1 ആണ്, ഓർഡറും 1 ആണ് കേട്ടോ. ഓർഡർ ഇസ് ഓൾസോ 1. അപ്പോൾ ശരിയാണ്. ഇനി ഇറ്റ്സ് എ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് തെറ്റാണ്, ഹോമോജിനസ് അല്ല, കാരണം ലോഗ് പോളിനോമിയൽ അല്ല. പിന്നെ സൊല്യൂഷൻ ഇസ് 2y ln x plus a is equal to ln x whole square. ഇത് 200 എടുത്താൽ ഇതാണ് സൊല്യൂഷൻ. 2y ln x is equal to ഇതിന് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? ln x. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ln x. അതും പറയാമായിരുന്നു വെച്ച ഓപ്ഷനിൽ കേട്ടോ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ln x. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ln x. ഇതും ഓപ്ഷനിൽ വരായിരുന്നു. ഓക്കെ, now what is the solution? 2y 2 അങ്ങോട്ട് എടുത്താൽ 2y ln x is equal to ln x whole square plus c. ഈ a അങ്ങോട്ട് എടുത്താൽ മൈനസ് c ആവാൻ കുഴപ്പമില്ല. ഇത് ശരിയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ എയും സിയും ശരിയാണ്. ഓപ്ഷൻ 1 is ആൻസർ. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ 1 is ആൻസർ. ഓക്കെ.